മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് തുടങ്ങി വഹാബി നേതാക്കളെ ഒരുമിച്ചിരുത്തി ചേളാരി സമസ്ത വൈസ് പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി തങ്ങളുടെയും കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ നടത്തിയ ഇഫ്താർ സംഗമം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതിനു പിന്നാലെ ശംസുൽ ഉലമയുടെ പ്രസംഗവും വൈറലാവുകയാണ്. വഹാബികൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ വഹാബികൾക്കെതിരിൽ ആഞ്ഞടിക്കുന്ന പ്രസംഗത്തിന്റെ ഓഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഒരു വഹാബിക്കെതിരിൽ ഒരു ഹിന്ദു ഇലക്ഷനിൽ മത്സരിക്കുകയാണെങ്കിൽ ഹിന്ദുവിനെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ പ്രസംഗം ആരംഭിക്കുന്നത്. രാഷ്ട്രീയക്കാർക്കെതിരെ കടുത്ത താക്കീതും ശംസുൽ ഉലമ നൽകുന്നുണ്ട്. പ്രസംഗം ഇങ്ങനെ കേൾക്കാം. ഞങ്ങൾ സഹായിക്കുന്നുവെങ്കിൽ അവരും ഞങ്ങളുമായി ചില നിഷേധങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് ഓടിക്കും. അത് ഒരു വഹാബിക്കെതിരെ ഒരു ഹിന്ദു നിന്നാൽ ആ ഹിന്ദുവിനെ സഹായിക്കും. പക്ഷേ അത് ഒരു വഹാബിക്കെതിരെ ഒരു ഹിന്ദു നിന്നാൽ ആ ഹിന്ദുവിനെ സഹായിക്കും. പക്ഷേ അവൻ ഹിന്ദു ജമാഅത്തിനെ സഹായിച്ചാൽ മതി. ഹിന്ദുക്കൾക്ക് വല്ല സംഘടനയും വരുമ്പോൾ സഹായിക്കുമെന്ന് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ ഉപായം. അത് ദാർപ്പര്യപ്പെടുത്തതായിട്ട് വരും. അതിന്റെ സന്ദർഭവും വന്നിരിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചുകൊള്ളാം. രാഷ്ട്രീയക്കാരെ ഞങ്ങളെ പേടിപ്പിക്കണ്ട, ആരും തന്നെ പേടിപ്പിക്കണ്ട. ഞങ്ങൾ അത് പേടിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ നിങ്ങൾ പേടിപ്പിക്കാൻ ഒരുക്കിയിട്ടില്ല. ഞങ്ങൾ കുറെ പേടിക്കേണ്ട കാര്യമില്ല. ഇസ്ലാമില്ലാതെ മുസ്ലിം ശംസുൽ ഉലമയുടെ പ്രഖ്യാപനത്തിനും ആദർശത്തിനും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ചേളാരി നേതാക്കൾ വഹാബികളുമായി ഐക്യത്തിനൊരുങ്ങുന്നത് എന്നത് ദുഃഖകരമാണ്. സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നു. മുസ്ലിം സ്ത്രീകളെ രംഗത്തിറങ്ങുന്നതിനെക്കുറിച്ചും ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പ്രസംഗത്തിൽ ആഞ്ഞടിക്കുന്നുണ്ട്. മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം കൂടെ ഒന്നായാൽ എല്ലാ കുറുക്കനും നായയും പന്നിയും ഒന്നായതുപോലെയാണെന്നും ശംസുൽ ഉലമ പ്രസംഗത്തിൽ പറയുന്നു. ഈ വാക്ക് പുലർന്നിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന മുക്കൂട്ടുമുന്നണി ഇഫ്താർ വ്യക്തമാക്കുന്നത്. കുറുക്കനും നായക്കും പന്നിക്കും തുല്യമായി വഹാബികളെ പറയുന്ന ശംസുൽ ഉലമയുടെ വാക്കുകൾ കേൾക്കാം. മറ്റോനും എല്ലാം കൂടി ഒന്നാവുമ്പോൾ എല്ലാ കുറുക്കനും നായയും പന്നിയും ഇതൊക്കെ ഒന്നായാൽ ഞങ്ങൾക്കെന്താണ് ജമാഅത്തിൽ ഇവിടെ നിലനിൽക്കും. ഇന്ന് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും മറ്റോനും എല്ലാം കൂടി ഒന്നാവുമ്പോൾ എല്ലാ കുറുക്കനും നായയും പന്നിയും ഇതൊക്കെ ഒന്നായാൽ ഞങ്ങൾക്കെന്താണ് ജമാഅത്തിൽ ഇവിടെ നിലനിൽക്കും. ഇന്ന് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും മറ്റോനും എല്ലാം കൂടി ഒന്നാവുമ്പോൾ എല്ലാ കുറുക്കനും നായയും പന്നിയും ഇതൊക്കെ ഒന്നായാൽ ഞങ്ങൾക്കെന്താണ് ജമാഅത്തിൽ ഇവിടെ നിലനിൽക്കും. അതിനെ ഇവിടെ കഴിക്കാൻ ഈ ലോകത്തിലുള്ള ശക്തിക്കും സാധ്യമല്ല. അന്ന് സുന്നത്തുൽ ജമാഅത്തിന്റെ കക്ഷി യഥാർത്ഥ ഇസ്ലാമിന്റെ കക്ഷിയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതും ആണ്. ആ കക്ഷി ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കക്ഷി ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ നേതാക്കൾ ബഹുമാനപ്പെട്ട മഹാന്മാരായ ഔലിയാക്കളാണ്, ആരിഫീങ്ങളാണ്. ശംസുൽ ഉലമ പറഞ്ഞ കുറുക്കനും നായയും പന്നിയുമായിട്ടാണോ ചേളാരി വിഭാഗം ഐക്യത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്നും സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷി യഥാർത്ഥ ഇസ്ലാമിന്റെ കക്ഷിയാണെന്നും ശംസുൽ ഉലമ പ്രസംഗത്തിൽ ആണയിടുന്നു. ശംസുൽ ഉലമയുടെ ആദർശം കാറ്റിൽ പറത്തിയ ചേളാരി വിഭാഗം ഇനി മുതൽ ശംസുൽ ഉലമയുടെ പേര് പറയരുതെന്നും ആവശ്യം ശക്തമായിരിക്കുകയാണ്. ശംസുൽ ഉലമയുടെ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം KMIC-യുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജായ facebook.com/sunni online എന്ന ഫേസ്ബുക്ക് പേജിൽ ലഭ്യമാണ്. ജലീൽ മടവൂർ, KMIC ന്യൂസ്.